ഹലോ ഫുഡീസ്, വെൽക്കം ബാക്ക് ടു മരിയൻസ് കിച്ചൺ റെസിപ്പീസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ഇഫ്താർ ടൈമായ കാരണം നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ പേരാണ് ബ്രെഡ് പോക്കറ്റ് ഷവർമ. ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്, കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഇങ്ങനെ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്തിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് 2 ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും സ്റ്റീലിൻ്റെ ബൗളോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സോ വെച്ചിട്ട് ഇതുപോലെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് ഷേപ്പിലായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം കിട്ടും. ഇതുപോലെ വേണം ബാക്കി എല്ലാം അത് നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് ബ്രെഡിൻ്റെ ബാക്കി വന്ന ഭാഗങ്ങളുണ്ടല്ലോ അതെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്ത് ചെറു തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ ജലാംശമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ടിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ കൂട്ട് റെഡിയാക്കാം. അപ്പോൾ കുറച്ച് മൈദ ഒരു ബൗളിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു ബാറ്ററാക്കി എടുക്കണം. മുട്ടക്കൂട്ടിന് പകരമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡിൻ്റെ 2 പീസ് ഒരുമിച്ചെടുത്തിട്ട് ഈ ഒരു മൈദക്കൂട്ടിനകത്തോട്ട് നന്നായിട്ട് മുക്കി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗം നന്നായിട്ട് മുക്കണം. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിനകത്തിട്ടോട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും 2 ഭാഗം മാത്രമല്ല ഇതിൻ്റെ റൗണ്ടായിട്ടുള്ള ഭാഗങ്ങൾ മുഴുവൻ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ റെഡിയാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് തിളച്ച ഓയിലിനകത്തിട്ടിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാതും ഇതുപോലെ ഫ്രൈ ചെയ്യണം. ഒരു ഭാഗമായി വന്നു കഴിഞ്ഞാൽ മറുഭാഗം കൂടി മറിച്ചിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ നന്നായിട്ട് അപ്പം മാതിരി പൊന്തി വരാനായിട്ട് തുടങ്ങും. ഇങ്ങനെ പൊന്തി വന്നാൽ മാത്രമാണ് ഇതിൻ്റെ പോക്കറ്റ് നമുക്ക് റെഡിയാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് വെളിച്ചെണ്ണയ്ക്കകത്തുനിന്ന് മാറ്റി കൊടുക്കാം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ചൂടാറി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പിച്ചിട്ട് കൊടുക്കണം. എല്ലാവരും പിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്യാബേജിൻ്റെ ഒരു ലീഫ് മതി. അത് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ചെറിയൊരു പീസ് ക്യാരറ്റ് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കയ്യിൽ ക്യാപ്സിക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓപ്ഷനിലാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇതെടുത്താൽ മതി കേട്ടോ. ഇതിനകത്തോട്ട് എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് പെപ്പർ പൗഡർ ആണെങ്കിലും മതി കേട്ടോ. പിന്നെ നല്ല പുളിയില്ലാത്ത കട്ട തൈരുണ്ടല്ലോ അത് 2 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ മയോണൈസ് വേണം. അത് ഏത് ഫ്ലേവർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് 3-4 ടേബിൾ സ്പൂൺ നമ്മുടെ രുചിക്ക് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വരണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡ് എടുക്കുക. അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം കേട്ടോ. മുറിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ പോക്കറ്റ് തനിയെ ഇങ്ങനെ വരും. നേരത്തെ അപ്പം മാതിരി വീർത്ത് വന്ന കാരണമാണ് ഇങ്ങനെ നമുക്ക് റെഡിയാക്കി കിട്ടുന്നത്. ഇനി ഈ പോക്കറ്റിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച് ഷവർമേൻ്റെ കൂട്ടുണ്ടല്ലോ അത് നല്ല ടൈറ്റായിട്ട് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് ഷവർമ റെഡിയാക്കി. ഇത് മയണൈസ് കൂട്ടിയിട്ട് അല്ലെങ്കിൽ സോസൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് റെസിപ്പിയാണ്. മരിയൻസ് കിച്ചൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.